ഹായ് ആൻഡ് ഹലോ. ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൽ അള്ളുങ്കൽ എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണിത്. നല്ല തെളിഞ്ഞ് ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയും മനോഹരമായിട്ടുള്ള അരുവികളും വെള്ളച്ചാട്ടവും ഇങ്ങനെ ആകാശം മുട്ട നിറഞ്ഞിരിക്കുന്ന മരങ്ങളും ആ മരങ്ങൾക്കിടയിലൂടെ കാട്ടിലൂടെ അതും ആനവണ്ടിയിൽ അടിപൊളി യാത്ര. അതാണ് ഇന്നത്തെ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം വർഷങ്ങളായിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നൊരു റോഡാണ് ഈ മണക്കയം അള്ളുങ്കൽ റോഡ്. ഒരു ജനകീയ കൂട്ടായ്മയിൽ വളരെ മനോഹരമായിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി. അതിനുശേഷം ഈ കാനന പാതയിലൂടെ കടന്നു വരുന്ന ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ ഒരു ഗവി ബസ്. അപ്പോൾ ഇതിന് ഈ നാട്ടുകാർ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ബസ്സിൽ ഇന്നുള്ളത് ഒരു 1980 ബാച്ച് പ്രീ ഡിഗ്രി അതിനകത്തുള്ള കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ, നമ്മുടെ ഇന്നത്തെ സ്വീകരണം, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ യാത്രയ്ക്കുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ സാരഥി ബിജിച്ചേട്ടന് നമ്മുടെ അള്ളുങ്കക്കാരനാണ്, ഈ നാട്ടുകാരനാണ്. അത് തന്നെയാണ് ചുറ്റുപാട് വളരെ നല്ല മനോഹരമായ ഇത് നമ്മൾ കാഴ്ചയുള്ളവർ കാണാൻ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വള്ളിക്കെട്ടിനിടയിലൂടെയും ഒക്കെ നമുക്ക് നഗരത്തിൽ കിട്ടാത്ത ശുദ്ധമായ ഓക്സിജൻ, ഗവിയിൽ പോയ പ്രധാനമായി കിട്ടുന്ന അരണമുടിയിൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന സ്ഥലം, ആ സ്ഥലത്താണ് നമ്മളെല്ലാവരും. ഇതൊന്നും നമ്മൾ ഒന്നിനും മെനക്കെടാറില്ല, കുറച്ച് ശ്വാസം എടുക്കുക. അത് തന്നെയാണ് നമ്മുടെ രവിശങ്കർ, പിന്നെ ശ്രീ രവിശങ്കർ പോപ്പുലറൈസ് ചെയ്തത്. ഫുൾ ബ്രെത്ത് എക്സസൈസ്. ഫുൾ ബ്രെത്ത് എടുക്കുമ്പോൾ നമ്മുടെ സെൽസിനെല്ലാം എനർജി കിട്ടും, ഫുൾ എനർജി കിട്ടും. അത് തന്നെയാണ് നിങ്ങൾ മാക്സിമം ഇപ്പൊ പൊടിയൊക്കെ മാറി കഴിയുമ്പോൾ നമ്മുടെ ഗവിയിലേക്ക് എന്നാ ഫുൾ ബ്രെത്ത് എടുത്ത് തന്നെ നമുക്ക് ശ്വസിക്കാം. ഇന്ന് പ്രകൃതി കണ്ടൊരു യാത്ര ശ്രദ്ധേയം അങ്ങനെയാണ്. കാടിന്റെ സൗന്ദര്യം എത്ര തവണ ആസ്വദിച്ചാലും വീണ്ടും നമുക്ക് പോകണമെന്ന് തോന്നും. ഒരിക്കലും ബോറിംഗ് ആവത്തില്ല. പറഞ്ഞതുപോലെ മിഥുന യാത്ര പോലെ ഒരു യാത്ര. അത് തന്നെയാണ്. അപ്പച്ചയും കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടാണ് വന്നിരിക്കുന്നത്. അച്ഛനേക്കാളും അമ്മയേക്കാളും ഒരുപക്ഷെ സ്വാതന്ത്ര്യം അവരോടൊക്കെ ഉണ്ടാവും എന്ന് പറയാനൊക്കെ പറ്റും. അപ്പോ അവരൊക്കെയാണ് യാത്ര വന്നിരിക്കുന്നത്. ഇനി ഒരാളൂടെ ഉള്ളൂ. നമുക്ക് വേണ്ടി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് നല്ല പാട്ടുകളൊക്കെ എന്റെ ഗ്രൂപ്പിലിടണം. അപ്പോ പറയും. എൻ്റെ പേര് ഹരികൃഷ്ണൻ. സ്ഥലം ചക്രയാണ്. ഞാൻ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി ക്ലബിൽ വർക്ക് ചെയ്യണം. ഫാമിലിയായിട്ടാണ് വന്നേക്കുന്നത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അമ്മച്ചുണ്ട്. പരിചയപ്പെട്ട അമ്മ ലോക്കൽ കേബിൾ ചാനലുകാരുണ്ട്, അത് കവറേജ് ചെയ്യുന്നുണ്ട്. അപ്പോ സാർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ട് ഇവിടെ. ദുഃഖങ്ങൾ മുഴുക്കാറുണ്ട് ഇവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ട് ഇവിടെ. ഓർമ്മകൾ ശിവേരി പാട്ടൊക്കെ പാടി അല്ല പരിചയപ്പെട്ടു. ഇനി അടുത്ത പാട്ട് റെഡി. നമ്മുടെ ടോപ്പ് സാർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഞങ്ങളൊരു പ്രീ ഡിഗ്രിയുടെ കൂട്ടായ്മയുണ്ട്. 1980 കൂട്ടുകാരെല്ലാരും കൂടെ ആശംസകൾ നേരുന്നു. കാട്ടിക്കൂടുള്ള യാത്ര നല്ല യാത്ര. എല്ലാവർക്കും ഒരു കുടുംബം പോലെ ഞങ്ങള് ഈ യാത്രയിൽ വന്നത്. ആദ്യമായിട്ടാണ് യാത്ര. ഇനി വരും.
ഒക്കെയുള്ള ഒരു ട്രിപ്പാണ്. എത്ര മണിക്കാണ് ഇവിടുന്ന് തിരിച്ചത്? രാവിലെ 6 മണിക്ക് പത്തനംതിട്ട കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര തിരിച്ചതാണ്. 1982 റീഡിംഗ് പഠിച്ച കുട്ടികളുടെ ബാച്ച്. എത്ര പേരുണ്ട് മൊത്തം? 37 പേരുണ്ട്. അത് ശരി. അങ്ങനെ പല സ്ഥലത്തുള്ളവരാ? പല സ്ഥലത്തുള്ളവരെ കൊട്ടാരക്കരയിൽ പല സ്ഥലത്തുള്ളത് 43 വർഷത്തിന് ശേഷം ഒന്നിച്ച് മീറ്റപ്പാണ്. ആ ഗെറ്റ് ടുഗദറിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കാട്ടിക്കൂടുള്ള ഈ യാത്ര? പ്രത്യേക അനുഭവം തന്നെയാണ്. വൈബ് സഹയാത്രികരെ അതുപോലെ നാട്ടുകാരെ നമ്മള് ഒരുപാട് തവണ 3 വർഷമായിട്ട് ഗവി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ പ്ലാപ്പള്ളി വഴിയും മറ്റേ ഷോർട്ട് കട്ട് വഴിയൊക്കെ ആങ്ങാമൊഴി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വഴി കൂടെ പോകാൻ കഴിയും എന്ന് ബീസാർ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. വണ്ടി വല്ലതും വന്ന പ്രശ്നം അതല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ധൈര്യസമേതം പറയുകയും ഇവിടെ വന്നപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ട് വലിയൊരു സ്വീകരണം. നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തണം നമ്മുടെ ആൾക്കാർക്കെല്ലാം ചായയും പിന്നെ നമുക്ക് ആ ഒരു മനസന്തോഷം, അതായത് ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ നന്ദി പറയാനായി ഞാൻ ഗുരു സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹയാത്രികരെ, സത്യത്തിൽ നമ്മളെല്ലാം ഞെട്ടി. നമ്മൾ ആരും വിചാരിച്ചൊരു സംഭവം അല്ലത്. തീർച്ചയായിട്ടും ഇങ്ങനെ ബസ് വരാത്തൊരു വഴിയിലൂടെ ബസ് വരുമ്പോൾ നാട്ടുകാർക്കൊരു സ്നേഹം കാണും. ചിലപ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഓരോ മാലയിട്ട് കൊടുക്കും, അങ്ങ് വിടും. എല്ലാവരും ഒരു സ്നേഹ നന്ദിയൊക്കെ പറഞ്ഞും കൂടി എന്നാ കരുതിയത്. ഇതിപ്പോൾ അതിൽ ഉപരിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പം നമ്മളെല്ലാം അള്ളുങ്കൽക്കാരാന്ന് തോന്നുന്നല്ലേ? എല്ലാവരും അള്ളുങ്കൽവാസികളായി തോന്നുന്നു. ഇത്തരത്തിലൊരു ഊഷ്മളമായ സ്വീകരണം നമുക്ക് നൽകിയ ഈ എല്ലാ അള്ളുങ്കൽ നിവാസികൾക്കും KSRTC വേണ്ടിയും ഈ ഞങ്ങളുടെ സഹയാത്രികർക്ക് വേണ്ടിയും 100,000 അതിനേക്കാൾ വലിയ വാക്ക് കിട്ടുന്നില്ല, 100,000 ആശംസകൾ അർപ്പിക്കുന്നു. നാളിതുവരെയും ഒരു KSRTC ബസ് ഇതിലൂടെ വരുന്നതോ പോകുന്നതോ കാണുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ പേരിൽ ഈ റോഡ് വെട്ടിത്തുറക്കുവാനും അതുപോലെ തന്നെ ഇത് പിന്നെ ഒരു യാത്രാ സൗകര്യമുള്ള ഒരു മാർഗമായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. ഒരു കാര്യം കൂടി, നമ്മുടെ മീഡിയ പ്രവർത്തകർ, ഡ്രീംസ് ഡയലോഗിൻ്റെ ആളുകൾ, ബിനോയ്, ലൈജു രണ്ടുപേർക്കും നന്ദിയും കടപ്പാടും കൂടി അറിയിക്കുന്നു. ഇതിലെ ഭാഗഭാക്കാകാൻ സാധിച്ചതിൻ്റെ ഉള്ള ഒരു സന്തോഷം യാത്രക്കാരായ ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷം. ഒരുപാട് KSRTC വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അപ്പോ അറേഞ്ച് ചെയ്തതിനൊക്കെ